അവരൊക്കെ എന്തെന്ന് മുഖത്ത് നോക്കി പറയും. ലളിതേച്ചിയൊക്കെ ഞാനൊരു സമയത്ത് എൻ്റെ മുടി, എനിക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്നു, ഇപ്പം എല്ലാം പോയേ. ആ സമയത്ത് ഞാൻ എൻ്റെ മുടി വെട്ടി ഒന്ന് 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 വേറെ ഒരു മോഡേൺ ലുക്കാക്കി. അയ്യോ, ഈ ചേച്ചി എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു, മുടി വെട്ടിയേന്. എന്നോട് പറഞ്ഞു പൊന്നു മിണ്ടരുത് എന്നോട്. അപ്പോൾ എനിക്കറിയില്ല, ഞാൻ മുടിയൊക്കെ അഴിച്ചിടുമ്പോൾ അവരെൻ്റെ മുടിയൊക്കെ നോക്കുന്നുണ്ട കാര്യം എനിക്കറിയില്ലല്ലോ, ഞാൻ ശ്രദ്ധിക്കുന്നുള്ള കാര്യമാണ്. അവരൊക്കെ അത്രയും ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ വെട്ടി കഴിഞ്ഞപ്പോൾ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. അത് ലളിത ചേച്ചി മാത്രമല്ല, പൊന്നമ്മ ചേച്ചി വഴക്ക് പറഞ്ഞു എന്നെ, നീ എന്നോട് മിണ്ടരുത് മിണ്ടരുത് എന്ന് പറഞ്ഞു. മുടിയില്ല, ഞങ്ങൾക്കൊന്നും മുടിയില്ല, നിനക്ക് തമ്പുരാൻ എത്ര മുടി തന്നിരിക്കുന്ന, നീ ഇങ്ങനെ മിസ്യൂസ് ചെയ്ത് കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടേ. സ്വന്തം വീട്ടിലൊരു കുട്ടീൻ്റെ അടുത്ത് പറയുന്ന പോലെ അല്ലേ ആ സമയത്ത്. പിന്നെ കൊറോണ വന്ന സമയത്ത് ലളിത ചേച്ചി എന്നെ വിളിച്ചായിരുന്നു കേട്ടോ. പൊന്നു എവിടെയാ, എന്നാ ഉണ്ട് വിശേഷം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വീട്ടിൽ ചേച്ചി സൂക്ഷിക്കണം കേട്ടോ, എന്നെ പുറത്തൊന്നും അധികം ഇറങ്ങി നടക്കണ്ട, ആരോഗ്യത്തോടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് ചേച്ചി എന്നെ ഒരു ദിവസം വിളിച്ചായിരുന്നു. അത് പിന്നെ ചേച്ചി ഇടയ്ക്ക് എന്നെ വിളിച്ചു, ഞാൻ ചേച്ചിയെ വിളിക്കും. ചേച്ചി എവിടെയാണ്, വെള്ളം പൊങ്ങിയപ്പോൾ ഞാനാ ചേച്ചിയെ വിളിക്കുന്നത് ആദ്യം. ചേച്ചി എവിടെയാണ്? ഈ ഞാൻ വീടിൻ്റെ പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഇരിക്കുക, താഴെ മുഴുവൻ വെള്ളമാണ്, നീ മാത്രമേ വിളിച്ചുള്ളൂ, എന്നെ വേറെ ആരും വിളിച്ചിട്ടില്ലെന്ന്. ഞാൻ പറയോ, സാധനം എല്ലാം വെള്ളത്തിൽ പൊങ്ങി കിടക്കുക. പിന്നെ ഞാൻ പെട്ടെന്ന് ചേച്ചിയോട് പറഞ്ഞു, ഞാൻ അവിടെ പിന്നെ ആൾക്കാരെയൊക്കെ അറിയിച്ചു. ആൾക്കാർ വന്ന് പിന്നെ നമ്മുടെ ആൾക്കാരെ നമ്മൾ അറിയിച്ചു. ചേച്ചി അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുത്തി, എല്ലാവരും അങ്ങ് പോയി.